അമ്മയും 2 മക്കളും കോട്ടയത്ത് ഏറ്റുമാനൂരിൽ ട്രെയിനിൽ മുന്നിൽ എടുത്തു ചാടിയ സംഭവം. ആ 3 പേരുടെ ചിത്രങ്ങൾ പുറത്തു വരുമ്പോൾ, പ്രത്യേകിച്ച് ഇളയ മകളുടെയും ആ മൂത്ത മകളുടെയും ചിത്രങ്ങൾ കാണുമ്പോൾ കണ്ണു നനയാൻ നമുക്ക് ആ ഓമനത്തുമുള്ള മുഖത്തേക്ക് നോക്കാൻ കഴിയുകയില്ല. എന്തിനിവർ ഇങ്ങനെ ചെയ്തു എന്ന ചോദ്യം പലരും ചോദിക്കുകയാണ്. സത്യത്തിൽ നാട്ടുകാർക്കും വീട്ടുകാർക്കും ഒക്കെ തന്നെ നല്ലത് മാത്രമേ ഇവരെക്കുറിച്ച് പറയുവാനുള്ളൂ. പക്ഷെ എന്തിനിവർ ഇങ്ങനെ ചെയ്തു? അമ്മ പറഞ്ഞതാണ് എന്ന് ശരിയെന്ന് ഓർത്തുകൊണ്ട്, അമ്മ പറഞ്ഞതിന് പിന്നാലെ അമ്മയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആ ട്രാക്കിൽ നിന്നത് എന്തിനു വേണ്ടിയാണ് ആ മക്കളെന്നടക്കമുള്ള ചോദ്യങ്ങൾ ഉയരുമ്പോൾ പലതരത്തിലുള്ള ഊഹാപോഹങ്ങൾ, വിശദീകരണങ്ങൾ, അതിന്മേലുള്ള ചർച്ചകളൊക്കെ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ നടക്കുകയാണ്. ഏറ്റുമാനൂർ തീവണ്ടിക്ക് മുന്നിൽ ചാടി വീട്ടമ്മയും 2 മക്കളും ആത്മഹത്യ ചെയ്ത സംഭവത്തിന് നടുക്കത്തിൽ തന്നെയാണ് നാട്ടുകാരും വീട്ടുകാരും. പാറോലിക്കൽ സ്വദേശിയായ ഷൈനി എന്ന 43 വയസ്സുകാരി, മക്കളായ അലീന എന്ന 11 വയസ്സുകാരി, ഇവാൻ എന്ന 10 വയസ്സുകാരി എന്നിവരാണ് ഒരുമിച്ച് തീവണ്ടിക്ക് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്തത്. കുടുംബ വഴക്കും സാമ്പത്തിക പ്രതിസന്ധികളുമാണ് ഇവരെ ഒരുമിച്ച് ജീവനെടുക്കാൻ പ്രേരിപ്പിച്ചത് എന്നാണ് പുറത്തുവരുന്ന വിവരം. അമ്മയെയും സഹോദരിമാരെയും നഷ്ടമായതോടുകൂടി മൂത്ത മകനും ആകെ തകർന്ന നിലയിലാണ്. ഇറാഖിൽ മൈനിങ് വിഭാഗത്തിൽ ജോലിയുള്ള തൊടുപുഴ കരിക്കുന്നം സ്വദേശിയാണ് ഷൈനിയുടെ ഭർത്താവ്. ഇയാൾ ഇപ്പോൾ നാട്ടിലുണ്ട്. ഭർത്താവ് പതിവായി ഷൈനിയുമായി വഴക്കിടുമായിരുന്നു. ഉപദ്രവം തുടങ്ങിയതോടുകൂടി 9 മാസം മുൻപ് 2 പെൺമക്കളെയും കൂട്ടി ഷൈനി സ്വന്തം വീട്ടിലേക്ക് വരികയായിരുന്നു. മൂത്ത മകൻ പിതാവിനൊപ്പമാണ് താമസം. നോബിയുമായി ബന്ധം വേർപെടുത്തിയതിന് കേസ് നൽകിയിരിക്കുന്നുണ്ട്. എന്നാൽ ഹിയറിംഗിന് നോബി എത്തിയിരുന്നില്ല. നോബിയുടെ കുടുംബവുമായി ബന്ധപ്പെട്ട പോലും ഷൈനിക്ക് സാമ്പത്തിക പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു എന്നാണ് പുറത്തുവരുന്ന വിവരം. ഭർത്തൃ വീട്ടിൽ താമസിച്ചിരുന്ന കാലത്ത് ഭർത്തൃപിതാവിന്റെ ചികിത്സയ്ക്ക് വേണ്ടി അയൽക്കൂട്ടത്തിൽ നിന്നും ലോൺ എടുത്ത് പണം നൽകിയെന്നും ഷൈനി പറയുന്നു. എന്നാൽ ബന്ധങ്ങൾ വഷളായതോടുകൂടി ഈ പണം തിരിച്ചടയ്ക്കേണ്ട ബാധ്യത ഷൈനിയുടെ തലയിലായി. ഇതുമായി ബന്ധപ്പെട്ട് അയൽക്കൂട്ടക്കാർ പരാതി നൽകിയതോടുകൂടി കേസും കൂട്ടവുമായി. ഇതുമായി ബന്ധപ്പെട്ട പ്രതിസന്ധിയും ഷൈനിയെ അലട്ടിയിരുന്നു. ഈ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്നും കരകയറാൻ വേണ്ടി ജോലിക്ക് പോകാനായി ഷൈനി തീരുമാനിക്കുകയായിരുന്നു. BSc നഴ്സായി ഈ വീട്ടമ്മയെ വിവാഹശേഷം ജോലിക്ക് പോകാൻ ഭർത്താവ് അനുവദിച്ചിരുന്നില്ല. ഇതോടെ വീട്ടിൽ ഒതുങ്ങിയിരുന്ന ജീവിതത്തിലെ ആവശ്യഘട്ടത്തിൽ ജോലിക്കായി പരിശ്രമങ്ങൾ നടത്തി. എന്നാൽ പലരും കൈവിട്ടു. ക്രാനായ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഇവർ ഇടവകയുടെ തന്നെ വമ്പൻ ഹോസ്പിറ്റലായ കാരിതാസിൽ ഒരു ജോലിക്കായി പരിശ്രമിച്ചു എന്ന് സ്ഥിരീകരിക്കാത്ത വിവരങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ തന്നെ കാരിതാസിൽ നിന്ന് വിശദീകരണവും ഇപ്പോൾ ഈ ഘട്ടത്തിൽ വരികയാണ്. 12 വർഷത്തെ ഗ്യാപ്പ് പറഞ്ഞാണ് കാരിതാസ് ജോലി നിഷേധിച്ചത് എന്നാണ് വിമർശനം വന്നത്. 1 കൊല്ലം ഫ്രീ ആയി ജോലി ചെയ്യാൻ പരിഗണിക്കാമെന്ന് പറഞ്ഞ് അഭ്യർത്ഥന തള്ളിയതായും ആക്ഷേപം ഉണ്ടായിരുന്നു. ഭർത്താവിന്റെ ബന്ധുവായ വൈദികനാണ് ജോലി കിട്ടുന്നതിൽ ഉടക്കുവെച്ചത് എന്നുള്ള ആരോപണവും വന്നിരുന്നു. എന്നാൽ ഇത്തരം പ്രചരണം സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ടെങ്കിലും ആശുപത്രി അധികൃതർ ഇത് നിഷേധിക്കുകയും വിശദീകരണവുമായി രംഗത്തു വരികയും ചെയ്തു. ഷൈനിക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ് ജോലി നൽകാമെന്ന് അറിയിച്ചുവെന്നാണ് കാരിതാസ് വ്യക്തമാക്കുന്നത്. മറ്റൊരു സ്ഥാപനത്തിൽ അവർക്ക് ജോലി ലഭിച്ചിരുന്നുവെന്നും കാരിതാസ് വ്യക്തമാക്കുകയാണ്. സ്വന്തം വീട്ടിൽ അമ്മ രോഗബാധിതയായതും മറ്റ് പിന്തുണകൾ ലഭിക്കാത്തതുമാണ് കടുംകൈ ചെയ്യാൻ ആ മാതാവിനെയും മക്കളെയും പ്രേരിപ്പിച്ചത് എന്നാണ് റിപ്പോർട്ടുകൾ. ഭർത്തൃപിതാവിന്റെ ചികിത്സയ്ക്ക് വേണ്ടിയെടുത്ത പണവുമായി ബന്ധപ്പെട്ട പോലീസ് കേസ് ഒതുക്കാനും ബന്ധുവായ വൈദികൻ ഉടക്കുമായി നിന്നു എന്ന ആരോപണവുമുണ്ട്. ഇതുകൂടാതെ മറ്റിടങ്ങളിൽ ഷൈനി ജോലിക്ക് ശ്രമിച്ചപ്പോൾ അതിന് ഇടങ്കോലിട്ടതും ഇതേ വ്യക്തിയാണെന്നുള്ള ആക്ഷേപവും ബന്ധുക്കളുടെ ഇടയിൽ നിന്നു തന്നെയാണ് ഉയർന്നു വരുന്നത്. എന്നാൽ ഇപ്പോൾ ഈ ആത്മഹത്യ ചെയ്ത സംഭവത്തിലേക്ക് നയിച്ച കാരണത്തെക്കുറിച്ചുള്ള ചർച്ചകൾ സൈബറിടത്തിൽ പലവിധത്തിൽ പ്രചരിക്കുമ്പോൾ ഇതിൽ ഏറ്റവും വലിയ പ്രചരണത്തിലൊന്നാണ് ഈ കോട്ടയം കാരിതാസ് ആശുപത്രിയിൽ ജോലിക്ക് അപേക്ഷിച്ചിട്ടും ജോലി ലഭിക്കാത്തതുകൊണ്ടാണ് എന്നുള്ള വിധത്തിൽ വന്ന വാർത്ത. ഈ പ്രചരണങ്ങൾ അടിസ്ഥാനരഹിതമാണ് എന്നാണ് കാരിതാസ് ആശുപത്രി അധികൃതർ അറിയിച്ചത്.